ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചില്ലു ബില്ലു ഹില്ലുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ജൂലൈ 5 ബഷീർ ദിനത്തോടനുബന്ധിച്ച് ഒരു ക്വിസുമായാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വിസിലേക്ക് കടക്കാം. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്ന്? ഉത്തരം 1908 ജനുവരി 21. ബഷീറിനെ ബേപ്പൂർ സുൽത്താൻ എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ തന്നെ. ബഷീർ പ്രസിദ്ധീകരിച്ച വാരികയുടെ പേര് എന്താണ്? ഉത്തരം ഉജ്ജീവനം. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആരെ കാണാൻ വേണ്ടിയാണ് ബഷീർ വീട്ടിൽ നിന്നും ഒളിച്ചോടിയത്? ഉത്തരം മഹാത്മാഗാന്ധിയെ കാണാൻ. ബഷീർ സൃഷ്ടിച്ച സാങ്കല്പിക ഗ്രാമത്തിന്റെ പേര് എന്താണ്? ഉത്തരം കടുവക്കുഴി ഗ്രാമം. സിനിമയായ ബഷീറിന്റെ ആദ്യ നോവൽ ഏതാണ്? ഉത്തരം മതിലുകൾ. മതിലുകൾ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ. ബഷീർ അദ്ദേഹത്തിന്റെ ആദ്യകാല കൃതികളിൽ ഉപയോഗിച്ചിരുന്ന തൂലികാനാമം എന്താണ്? ഉത്തരം പ്രഭ. മണ്ടൻ മുത്തപ്പ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഉത്തരം മുച്ചീട്ടുകളിക്കാരന്റെ മകൾ. ബഷീറിന്റെ യഥാർത്ഥ നാമം എന്താണ്? ഉത്തരം കൊച്ചു മുഹമ്മദ്. എൻ്റെ ബഷീർ എന്ന കവിതയുടെ രചയിതാവ് ആര്? ഉത്തരം ONV കുറുപ്പ്. ബഷീറിന്റെ നീലവെളിച്ചം എന്ന കഥയുടെ ചലച്ചിത്രാവിഷ്കാരം? ഉത്തരം ഭാർഗവി നിലയം. ബഷീർ രചിച്ച നാടകം ഏതാണ്? ഉത്തരം കഥാബീജം. ഒരു മരം ബഷീറിന്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഏതാണ് ആ മരം? ഉത്തരം മാംഗോസ്റ്റീൻ. മജീദും സുഹറയും കഥാപാത്രങ്ങളായി വരുന്ന ബഷീറിന്റെ നോവൽ ഏതാണ്? ഉത്തരം ബാല്യകാല സഖി. പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നറിയപ്പെടുന്ന ബഷീറിന്റെ കൃതി ഏതാണ്? ഉത്തരം പാത്തുമ്മയുടെ ആട്. ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ചെറുകഥ സമാഹാരം ഏത്? ഉത്തരം യാ ഇലാഹി. മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീറിന്റെ കൃതി ഏതാണ്? ഉത്തരം വിശ്വവിഖ്യാതമായ മൂക്ക്. വെളിച്ചത്തിനെന്തു വെളിച്ചം എന്ന വാക്യം ബഷീറിന്റെ ഏത് കൃതിയിൽ നിന്നുള്ളതാണ്? ഉത്തരം ന്റുപ്പാപ്പ കൊരാനേണ്ടാർന്നു. ബഷീർ മരിച്ചത് എന്ന്? 5 ജൂലൈ 1994. അപ്പോൾ ഫ്രണ്ട്സ്, ഇതോടുകൂടെ നമ്മുടെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. ജൂലൈ 5 വൈകിട്ട് 7 മണിക്ക് ഞങ്ങൾ സംഘടിപ്പിക്കുന്ന ഓൺലൈൻ ബഷീർ ദിന ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കുന്നതിനായി താഴെ നൽകിയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ.